സ്വർഗീയവിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ, നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവിനെ ഇടയാക്കി. ഐ ഹോപ്പ് യു ആർ ഹാപ്പി ടുഡേ. ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ? ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. നേരം കണ്ണാടി മുന്നിൽ പോയിരിക്കുക, നിങ്ങളെ തന്നെ നോക്കുക, പറയുക, ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ് ഫോർ മീ. ഹി ഹാസ് മെയ്ഡ് ഇറ്റ് ഫോർ യു ആൻഡ് മീ, സോ ദാറ്റ് വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങളെ? ഡു യു ബിലീവ് ദാറ്റ് ജീസസ് ലവ്സ് യു? ലെറ്റ് മീ ടെൽ യു, ഹി ലവ്ഡ് യു സോ മച്ച് ദാറ്റ് ഹി ലേഡ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ യു. ഹീ ഈസ് ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെയാണ്. ആൻഡ് ഹി ലേഡ് ഡൗൺ ഹിസ് ലൈഫ്. ഹി കെയിം ഡൗൺ ആസ് എ നോർമൽ മാൻ ലൈക്ക് യു ആൻഡ് me. He laid down your life, he laid down his life for you and me. That's how much he loved you. നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളാണെങ്കിൽ are you feeling lonely? നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടോ ആരും nobody cares for me, no one loves him, you are wrong. That's the devil putting in wrong ideas in your mind. Let me tell you, Jesus loves you. യേശുവിനെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മുടെ aim. That is our aim. That we just want to let you know that Jesus loves you. And he will only do good for you. Whatever you do, do it in the name of Jesus, and it will be a blessing, let me tell you. So, നമുക്കാണെങ്കിൽ ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. I am sure that you will be blessed, and over to today's program. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം. Hallelujah. And they came to the other side of the sea, in the country of Gadarnes. അവർ കടലിന്റെ അക്കരെ ഗദർ ദേശത്തെത്തി. And they came out with a man with you know this story very well. നിങ്ങൾക്ക് ഈ സംഭവം നന്നായിട്ട് അറിയാം. Jesus is coming together to have some rest. യേശു അവരുമായിട്ട് ചേർന്ന് ഒരു അല്പം വിശ്രമത്തിന് വരിക. Because he was so busy in this side, he told his disciple, let us go the other side. കടലിന്റെ മറുകരയിൽ താൻ വളരെ തിരക്കുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. And when he goes there, he finds this man who is full of demon. അക്കരയ്ക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യനെ കാണുകയാണ്. ഭൂതഗ്രസ്തനായി, ഭൂതങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ. He is destroying his body. അവൻ തന്നെത്താൻ തന്റെ ശരീരത്തെ ചതച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു. He is totally possessed. താൻ പൂർണ്ണമായും ഭൂതഗ്രസ്തനായിരിക്കുന്നു. Hallelujah. Hallelujah. Night and day he is shouting in the mountain. രാവും പകലും അവൻ മലമുകളിൽ കിടന്ന് നിലവിളിച്ചു കരയും. Crying out of the tomb and hitting himself with the stone. കല്ലറകളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കും. Just imagine, in that city he is a very famous man. ഒന്ന് ആലോചിച്ച് നോക്കിയാ, പട്ടണം മുഴുവൻ ഈ മനുഷ്യനെ അറിയാം. Everyone knows him. എല്ലാവർക്കും അവനെ അറിയാം. And everyone is afraid of him. എല്ലാവർക്കും അവനെ ഭയവുമാണ്. But the Bible says, എന്നാൽ വേദപുസ്തകം പറയുന്നു, and when he saw Jesus from afar, താൻ യേശുവിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ he ran and worshipped him. ഓടി വന്ന് അവനെ ആരാധിച്ചു, നമസ്കരിച്ചു. Hallelujah. Hallelujah. നാട്ടുകാർക്ക് മുഴുവൻ ഇദ്ദേഹത്തെ പേടിയാ. ഇദ്ദേഹം പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ ഓടി വന്ന് അവൻ നമസ്കരിച്ചു. കാര്യം ആത്മീയ മണ്ഡലത്തിൽ പിശാചിനെ അറിയാം, ഇതിനാ
ഇതിനകത്ത് ഇരിക്കുന്ന ആരാന്ന്, ഈ നടന്നു വരുന്ന ആരാന്ന് തനിക്കറിയാം. ആമേൻ. Hallelujah. Hallelujah. No one could understand him. മറ്റാർക്കും അവനെ മനസ്സിലാകാൻ പറ്റിയില്ല. Hallelujah. Hallelujah. But the devil understood him. എന്നാൽ പിശാചിന് നന്നായിട്ട് Came, അറിയാം. worshipped me and said, don't torment me, please let me go. ഓടി വന്നിട്ട് പറഞ്ഞു, നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്നെ കഷ്ടപ്പെടുത്തരുത്, എന്നെ ഉപദ്രവിക്കരുത്, And എന്നെ so Jesus വിട്ടയക്കണം. allowed him to go to the swine. അങ്ങനെ യേശു അവരെ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ The അനുവദിച്ചു. miracle has happened. അവിടെ അത്ഭുതം നടന്നു. This man is now sane. ഇപ്പോൾ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു. He is now totally sane. താൻ പൂർണ്ണമായി രക്ഷ പ്രാപിച്ചു. വിടുതൽ പ്രാപിച്ചു. വിടുതൽ പ്രാപിച്ചു. Hallelujah. Hallelujah. Now he has a prayer request. ഇപ്പോൾ തനിക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. Jesus, let me come with you. യേശുവേ, ഞാനും കൂടെ നിന്റെ കൂടെ വരട്ടെ. I want to be one of your disciples. നിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായി എനിക്കും ചേരുവാൻ ആഗ്രഹമുണ്ട്. But Jesus says like this. എന്നാൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്. Jesus said no. യേശു പറഞ്ഞു, വേണ്ട. You go and tell your relatives, friends, you are my evangelist in Gather days from now. ഇന്ന് നീ നിന്റെ ബന്ധുക്കളുടെ സ്നേഹിതന്മാരുടെ അടുത്ത് ചെന്ന് പറയണം, ഇന്ന് നീ ഗദരദേശത്തുള്ള എൻ്റെ സുവിശേഷകനാണ് നീ. Jesus says, go home and tell your friends, tell them what great things the Lord has done in for you. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിലേക്ക് നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും ശമരിയക്കാരെ വിട്ടതുപോലെയാ, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വിട്ടു. പോയിക്കോളാൻ. Hallelujah. Hallelujah. ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. 20-ാം വാക്യം. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പിലെ നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. And all marveled. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. They were all so marveled. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. My God, this man, ഇവൻ ഈ അയലോകംകാരൻ ഇന്നലെ വരെ അവിടെ കിടന്ന ബേളം വെച്ചോണ്ടിരിക്കുന്നത് യേശു വന്ന് സൗഖ്യമായെന്ന്. Hallelujah. Hallelujah. The Bible says, വേദപുസ്തകം പറയുന്നു, the next time again Jesus came. അടുത്ത തവണ യേശു വീണ്ടും വന്നു. ഗദർദേശത്തിൽ വന്നപ്പോൾ there was crowd thronging. അവിടെ വലിയ പുരുഷാരം കൂട്ടം അവന്റെ അരികിലേക്ക് ഓടി വന്നു. ഒരൊറ്റ ആള് സൗഖ്യമായ ഗദർദേശം മുഴുവൻ യേശുവിനെ ഫേമസ് ആക്കി. ആമേൻ. Hallelujah. Hallelujah. പിറ്റേ പ്രാവശ്യം യേശു അവിടെ വന്നപ്പം കപ്പൽ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടുത്തെ പള്ളി പ്രമാണിയാ ഓടി വന്ന് കാല വീഴുന്ന ആദ്യമേ. Hallelujah. Jairus came running to Jesus. അവൻ യേശുവിന്റെ അരികിലേക്ക് ഓടി വന്നു. What made him run to Jesus? എന്താണ് അവനെ യേശുവിലേക്ക് ഓടിച്ചത്? A standing testimony. അവിടെ ഒരു നിൽക്കുന്ന സാക്ഷ്യമാ. Hallelujah. Hallelujah. സൗഖ്യം പ്രാപിച്ചവൻ മിണ്ടാതെ ആ ദേശത്ത് മുഴുവൻ ഓടി നടന്ന് യേശു എന്താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യേശു പിറ്റേ പ്രാവശ്യം അവിടെ വരുമ്പോൾ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നത് ഐറിയോസ് പറഞ്ഞ അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണി. Jesus was very much, if you come to Jesus, especially a person like him, very big trouble for him. പള്ളിപ്രമാണി ആയതുകൊണ്ട് യേശുവിന്റെ അരികിൽ താൻ ചെന്നാൽ വലിയ പ്രശ്നം ഉണ്ടാകും. Jesus has come to this place with a mission. യേശു കർത്താവ് ഒരു ദൗത്യവുമായിട്ടാണ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. He might be going again for a crusade, might be for another big sermon. വലിയൊരു ക്രൂസേഡ്, വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ടായിരിക്കും യേശു. We don't know. Jesus has his own plan. യേശുവിന് തന്റെ സ്വന്തം പദ്ധതിയുണ്ട്, നമുക്കറിയത്തില്ല. He came to this place. യേശു ആ സ്ഥലത്ത് വന്നു, Came out. അവിടെ വന്നു. And this man Jairus comes running. ഈ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഓടി യേശുവിന്റെ അരികിൽ വന്നു. And falls at his feet. യേശുവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. And begged him. എന്നിട്ട് തന്നോട് ഇങ്ങനെ യാചിച്ചു, My little daughter lies at the point of death. എന്റെ കൊച്ചുമകൾ Come, മരണാസന്നയായി. lay hands on her and she will be healed, that she may live. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. Jesus has come here with an appointment. യേശു ഇവിടെ ഒരു ദൗത്യവുമായിട്ടാണ് വന്നത്. But when he saw the faith of this man, ഈ മനുഷ്യന്റെ വിശ്വാസം താൻ കണ്ടപ്പോൾ he cancelled all the appointments തന്റെ മറ്റ് ദൗത്യങ്ങളെല്ലാം അവൻ ക്യാൻസൽ ചെയ്തു. and went behind Jairus. യായിറോസിന്റെ പിന്നാലെ പോകാൻ തുടങ്ങി. A little faith when you put on Jesus, ഒരു അല്പം വിശ്വാസം യേശുവിൽ നീ അർപ്പിച്ചാൽ, I want to tell you, ഞാൻ നിങ്ങളോട് പറയാം, he will cancel everything else and മറ്റെല്ലാം start അവൻ walking with you. വേണ്ടെന്ന് വെച്ച് അവൻ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങും. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരു പക്ഷേ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, TV പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത്
ടി വി പ്രോഗ്രാമിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൈകോർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പല ടി വി പ്രോഗ്രാമിലൂടെയും അനേകം മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്ന കുടുംബങ്ങൾ കർത്താവിലേക്ക് വന്നു. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ടി വി പ്രോഗ്രാമിനെ കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ടി വി പ്രോഗ്രാമുകൾ പലരും സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ടി വി പ്രോഗ്രാം മുന്നോട്ട് ഓരോ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ചാനൽ ഹാസ് ടു ബി പെയ്ഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എക്സ്പെൻഡിച്ചറുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാം. വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ നിങ്ങളുടെ വൺ ഓഫ് യുവർ ഡേയ്സ് ദാറ്റ് യു സെലിബ്രേറ്റ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ജനനം, അതിനകത്തൊക്കെ യു ക്യാൻ ബി എ പാർട്ട് ബൈ സ്പോൺസറിങ് ദിസ് ചൈൽഡ്. മറക്കരുത്, ടി വി പ്രോഗ്രാമിന് ഇന്നും എവിടെയും നമ്മൾ പലയിടത്തും സുവിശേഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തിടത്തും കടന്നു ചെല്ലാൻ പറ്റും. അനേകരെ വിടുവിക്കാൻ പറ്റും. ദൈവവചനത്തിലൊരു മനോഹരമായ വചനമുണ്ട്, അവർ ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും. വാസ്തവത്തിൽ ഞങ്ങളെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ഐക്യയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഈ ടി വി പ്രോഗ്രാം ഒരു ക്രൂസൈഡിനേക്കാളും വലുതാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയുന്ന അത്രയും പേരല്ല ഇത് കാണുന്നത്. ലോകമെമ്പാടും പല രാജ്യത്തിലിരിക്കുന്നവരും ഗ്രൗണ്ടിലോട്ട് വരേണ്ട, വീട്ടിലിരുന്ന് ഈ വചനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. എൻ്റെ ഒരു വിശ്വാസമാണ്, തോമസ് ബ്രദറും ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട്സും ഞങ്ങളുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ പോയാലും സപ്പോർട്ട്സ് റേസ് ചെയ്യാറില്ല. ചർച്ചിനകത്തെ സപ്പോർട്ട്സും ഉണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം സൂര്യ നടക്കുന്നത് കോട്ടയത്തെ ഓഫറിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത അത് സ്പോൺസർഷിപ്പ് ഓരോ ആഴ്ചയും നടത്തുന്നു. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ മതി. ആ ഫോൺ നമ്പറുകളിൽ നിന്ന് യു വിൽ ബി ഗൈഡഡ്. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞ് ഇത് കാണണം, പ്രാർത്ഥിക്കണം. നിങ്ങളെയും നിങ്ങളുടെ തലമുറയും കർത്താവ് മറക്കത്തില്ല. സ്വർഗത്തിലും പ്രതിഫലമുള്ള വലിയ ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇനിയും പല ഭാഷകളിലൂടെയും ഞങ്ങൾ പല ചാനലിൻ്റെയും പ്രവർത്തനം നിർത്തേണ്ടി വന്നു ഭാഷകളിൽ. നമ്മളിതെല്ലാം കൂടെ ചെയ്താൽ ഈ പുതിയ കാലത്ത് ഈ ശുശ്രൂഷ ഏറ്റവും എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിന് ബന്ധപ്പെടുവാൻ ഈ ഫോൺ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. മിഷൻ മന്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഈ നമ്പറിൽ വിളിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം, that God will open doors, that your heart will open and you will do it. So പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നമ്പറുകളിൽ, ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ you can know how you can give. God bless you. Heavenly Feast Mission Months. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. The Bible says, വേദപുസ്തകം പറയുന്നു, and great multitude followed him and thronged him. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത്രയും ജനം അവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തിക്കലിനകത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? തിക്കൽ എല്ലാ ഞായറാഴ്ച അനുഭവിക്കുന്നതാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പം. അതിനേക്കാളും യേശു എന്ന് പറഞ്ഞ ആളുടെ ചുറ്റും ഇങ്ങനെ ഇടിച്ചു നിൽക്കുക കാണാനുള്ളവരുണ്ട്. ഹല്ലേലൂയ. But Jesus has changed his direction and going to the house of Jairus. യേശു തന്റെ ദൗത്യം തൽക്കാലം മാറ്റിവെച്ച് യായിറോസിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഒന്ന് വരാൻ പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേ യേശു റെഡിയാ വരാൻ. And as he is walking towards the house of Jairus, യായിറോസിന്റെ വീട്ടിലേക്ക് താൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ someone with a bigger faith comes. അതിലും വലിയ വിശ്വാസമായിട്ട് വേറൊരാൾ വന്നു. A woman with a blood flow രക്തസ്രാവമുള്ള ഒരു സ്ത്രീ touches Jesus. യേശുവിനെ തൊടുക. Two people. Number one, Jairus, who is not bothered about his position now. രണ്ട് വ്യക്തികൾ
ഒന്ന് യായിറോസ് തന്റെ ആ സമൂഹത്തിലെ സ്ഥാനം മഹിമ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. putting the trust on Jesus. യേശുവിൽ വിശ്വസിക്കുക. Jesus is ready to go to his house. യേശു അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. Number 2, the unclean woman. രണ്ടാമത്തേത് രക്തസ്രാവമുള്ള സ്ത്രീ. For her it is sure death. അവളെ സംബന്ധിച്ച് അവിടെ വരുന്നത് തന്നെ മരണത്തിന് തുല്യമാണ്. But she touches Jesus. അവൾ വന്ന് യേശുവിനെ തൊടുകയാണ്. And Jesus says, യേശു പറഞ്ഞു, who demanded power out of me? എന്നിൽ നിന്ന് ആരാ ശക്തിയെ പിടിച്ചെടുത്തത്? Hallelujah. ഹല്ലേലൂയ. Thronging crowds. തിക്കിത്തിരക്കുന്ന പുരുഷാരം. But look at someone who is putting faith on Jesus. എന്നാൽ നോക്ക്, ഒരു വ്യക്തി യേശുവിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. Faith വിശ്വാസം that stopped Jesus. അത് യേശുവിനെ തടഞ്ഞു നിർത്തി. Faith വിശ്വാസം that made him change his direction. യേശുവിന്റെ ലക്ഷ്യത്തെ പോലും മാറ്റിക്കളഞ്ഞു. He was walking to the house of Jairus. താൻ യായിറോസിന്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. But suddenly the direction changes. പെട്ടെന്ന് ദിശ മാറിയിരിക്കുന്നു. Who touched me? ആരാ എന്നെ തൊട്ടത്? And then he says, തുടർന്ന് താൻ പറയുക, daughter, മകളെ, your faith has made you well. നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി, ശുദ്ധമാക്കി. You are whole. നീ പൂർണ്ണയായിരിക്കുന്നു. You are whole. നീ പൂർണ്ണയായിരിക്കുന്നു. The Bible says she lost everything in her life. വേദപുസ്തകം പറയുന്ന അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടു. But here, എന്നാൽ not ഇവിടെയോ only healing, അവിടെ സൗഖ്യം മാത്രമല്ല, a restoration in every area of her life. അവളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പുനഃസ്ഥാപനം നടന്നു. കർത്താവിൽ നിന്ന് ഒരു അത്ഭുതമെങ്കിലും പ്രാപിച്ച എത്ര പേരുണ്ട്? ആ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാം അത്ഭുതം വന്നു കഴിഞ്ഞു. യേശുവിന്റെ അടുക്കൽ സൗഖ്യത്തിന് വന്ന സൗഖ്യം തന്നെ മാത്രമല്ല വിടുന്നത്, കുടുംബത്തിലെ വിഷയം, സാമ്പത്തിക വിഷയം, അതെല്ലാം ആ ഒരൊറ്റ സൗഖ്യത്തിന്റെ കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. Diligence, seeking him with all diligence. പൂർണ്ണ ഉത്സാഹത്തോടെ അവനെ അന്വേഷിക്കുക. Jairus had everything to lose, but he did not care. യായിറോസിന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും താൻ വകവച്ചില്ല. Because he knew, കാരണം തനിക്കറിയാം, he was coming to someone who could fulfill everything of his. അവന്റെ സകല ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിവുള്ള ഒരുവന്റെ അരികിലേക്കാണ് താൻ പോകുന്നതെന്ന് യായിറോസിന് നന്നായി. That woman was seeking Jesus with diligence. ആ സ്ത്രീ യേശുവിനെ പൂർണ്ണ ഉത്സാഹത്തോടെ അന്വേഷിച്ചു. She also had everything to lose, including her life. തന്റെ ജീവൻ പോലും അപകടപ്പെടാം, കല്ലെറിഞ്ഞു കൊല്ലപ്പെടാമായിരുന്ന അവസ്ഥയായിരുന്നു. But she knew whom he was coming to. എന്നാൽ താൻ ആരുടെ അരികിലേക്ക് പോകുന്നുവെന്ന് അവൾക്ക് അറിയാമായിരുന്നു. Because she has already seen a live testimony. കാരണം അവൾ ഒരു നല്ല ജീവിക്കുന്ന സാക്ഷ്യം അവിടെ കണ്ടു. The man of Gadara, his healing was enough for everyone to trust Jesus. ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ സൗഖ്യം അത് അവൾ കണ്ടു. അങ്ങനെ അവനിൽ ആശ്രയിപ്പാൻ അവൾക്ക് മനസ്സായി. The Bible says വേദപുസ്തകം പറയുന്നു, Jesus did not stop there. യേശു അവിടെ അവസാനിപ്പിച്ചില്ല. He is walking again. അവൻ വീണ്ടും നടക്കുകയാണ്. And as he is walking, അവൻ വീണ്ടും നടക്കുമ്പോൾ people came and said, മനുഷ്യർ ഓടി വന്നിട്ട് ഇങ്ങനെ hey പറഞ്ഞു, Jairus, ഓ യായിറോസേ, your daughter is dead. നിന്റെ മകൾ മരിച്ചു പോയിരിക്കുന്നു. Don't why are you troubling Jesus? ഇനി എന്തിനാ ഈ യേശുവിനെ ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തുന്നത്? So many people are standing. Why do you worry for the trouble Jesus? യേശുവിന്റെ അടുത്തുനിന്ന് കാര്യം സാധിക്കാൻ ഒരുപാട് പേര് നിൽക്കുന്നു. ഇനി നീയായിട്ടാ യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. Because your child has died. കാരണം നിന്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു. Now there is no solution. ഇനി ഒരു കാര്യം, ഒരു നിവൃത്തിയില്ലല്ലോ. The Bible says, വേദപുസ്തകം as പറയുന്നു, they were still speaking, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ Jesus turned to Jairus. യേശു He did യായിറോസിലേക്ക് not turn to the people. ആ ജനത്തിനെങ്കിലേക്കല്ല യേശു He തിരിഞ്ഞു. turned to Jairus. യേശു യായിറോസിലേക്ക് And he തിരിഞ്ഞു. said, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, do not be നീ afraid. ഭയപ്പെടേണ്ട, Only believe. നീ വിശ്വസിക്കാൻ മാത്രം Only ചെയ്താൽ believe. മതി. വിശ്വസിക്കാൻ മാത്രം Don't ചെയ്താൽ hear this. നീ ഭയപ്പെടണ്ട, ഇത് കേൾക്കണ്ട, You don't hear this. നീ ഇതിന് ചെവി കൊടുക്കണ്ട, Don't hear about your circumstance. നിന്റെ സാഹചര്യത്തെ നീ കേൾക്കണ്ട. I am coming to your house. ഞാനാ നിന്റെ വീട്ടിൽ വരുന്നത്. Only believe. നീ വിശ്വസിക്കുക മാത്രം Only ചെയ്യുക. believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. Don't let it shake you. അത് നിന്നെ ഇളക്കാൻ സമ്മതിക്കരുത്. Don't shake you. നിന്നെ കുലുക്കാൻ സമ്മതിക്കരുത്. Don't let their words give trouble to you. അവരുടെ വാക്കുകൾ നിന്നെ കുഴപ്പത്തിലാക്കരുത്. ഇവന്റെ വാക്ക് നിന്റെ അകത്ത് ഭയം കൊണ്ടുവരരുത്. ആമേൻ. ഇന്ന് പകൽ ഇവിടെ പറയട്ടെ, ഭയം പിശാചിന്റേതാ, വിശ്വാസം കർത്താവിന്റേതാ. ഭയത്തെ എതിർക്കണം വിശ്വാസത്താൽ. വിളിച്ചു പറയണം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ധൈര്യത്തോടെ പറ. Only believe.
വിശ്വസിക്കുക മാത്രം Only ചെയ്യ്. believe. വിശ്വസിക്കുക മാത്രം Only ചെയ്യ്. believe. വിശ്വസിക്കുക മാത്രം Only ചെയ്യ്. believe. വിശ്വസിക്കുക മാത്രം Only ചെയ്യ്. believe. വിശ്വസിക്കുക മാത്രം. Only believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. Now Jairus, ഇപ്പോൾ യായിറോസ് he has already trusted Jesus. താൻ യേശുവിൽ ആശ്രയിച്ചു കഴിഞ്ഞല്ലോ. He has already come leaving aside of all the consequences that has come. യേശുവിന്റെ അരികിൽ വന്നാൽ ഉണ്ടാകുന്ന സകല പ്രത്യാഘാതങ്ങളെയും താൻ മറന്നു കളഞ്ഞു മാറ്റിവെച്ച് അവൻ He is വന്നിരിക്കുകയാണ്. already there. താൻ അവിടെ നിൽക്കുകയാണ്. But look how the devil wants to disturb him again. നോക്ക, പിശാച് അവനെ വീണ്ടും അസ്വസ്ഥനാക്കാൻ ശ്രമിക്കുന്നത് Hey, എങ്ങനെയാണെന്ന് നോക്ക്. your child has died. നിന്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു. No, don't think about that. ഇനി നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും Jesus വേണ്ട. has a word. എന്നാൽ യേശുവിന് ഒരു വാക്കുണ്ട്. You put your trust in me. നീ Don't എന്നിൽ forsake in between. Keep believing I am going to do that miracle. നീ എന്നിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ ആ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. I am coming to your house. ഞാൻ നിന്റെ വീട്ടിൽ വരാൻ I പോകുന്നു. am coming to your ഞാൻ house. നിന്റെ വീട്ടിൽ വരാൻ I പോകുന്നു. am the resurrection and life. ഞാൻ തന്നെ പുനരുത്ഥാനവും I ജീവനും. am the supplier. ഞാനാണ് നൽകുന്നവൻ. I am the God who gives. ഞാനാ നൽകുന്ന ദൈവം. Only believe. വിശ്വസിക്കുക മാത്രം. And he walked forward. അവൻ മുമ്പോട്ട് നടന്നുപോയി. And he walked forward. അവൻ വീണ്ടും മുന്നോട്ട് Came to നടന്നുപോയി. the house of Jairus. യായിറോസിന്റെ വീട്ടിൽ ചെന്നു. There is a lot of wailing and crying. അവിടെ ഒരുപാട് പേര് കിടന്ന് നിലവിളിക്കുക. The Bible says, വേദപുസ്തകം പറയുന്നു. you can read it when you go home. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. Jesus came in. യേശു അകത്ത് കടന്നു. And the Bible says, വേദപുസ്തകം he പറയുക. told all those who were crying and weeping, get out. അവിടെ കടന്ന് നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നവരെ പുറത്താക്കി. Hallelujah. Hallelujah. And took 3 with him. അവന്റെ കൂടെ 3 പേരെ കൂട്ടം 3 who would stand by faith in him. വിശ്വാസത്താൽ തന്റെ കൂടെ നിൽക്കുന്ന 3 പേര്. Peter, James and John. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഞാൻ ഇന്നൊരു കാര്യം പറയാം. വിശ്വാസം പറയാത്ത ഒരുത്തന്റെ കൂട്ടത്തിലും നീ ഇരുന്ന് പോകരുത്. ഗെറ്റ് ഔട്ട് പറയേണ്ടടുത്ത് ഗെറ്റ് ഔട്ട് പറഞ്ഞിരിക്കണം. നിങ്ങളുടെയും എൻ്റെയും വിശ്വാസത്തെ തണുപ്പിക്കാൻ നോക്കുന്ന കുറ്റം പറഞ്ഞും ഇതും പറഞ്ഞും അതും പറഞ്ഞും ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ അഗ്നിയെ കെടുത്താൻ നോക്കുന്നവനെ വിവേചിക്കണം. ഹല്ലേലൂയ അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ മടിക്കരുത്. ഹല്ലേലൂയ കാര്യം അത്ഭുതം നടന്നേ മതിയാകത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഉയർച്ച നടന്നേ മതിയാകത്തുള്ളൂ. താഴ്ചയ്ക്ക് വേണ്ടിയല്ല കർത്താവ് എന്നെ വിളിച്ചത്. ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. Hallelujah. Hallelujah. The word of Jesus is my salvation, is my rest. യേശുവിന്റെ വാക്കുകൾ അതാണ് എൻ്റെ രക്ഷ, അതാണ് എൻ്റെ സ്വസ്ഥത. Anything that comes against it, അതിനെതിരായിട്ട് എന്ത് വന്നാലും ഞാൻ പറയാം ദൈവവചനത്തിന്റെ വിപരീതമായിട്ട് ഉയരുന്ന എന്ന് പറയുന്നത് പിശാച് കൊണ്ടിരുന്നതാണ്. നിന്റെ ഭാവി എന്തായി തീരും ചോദിക്കുന്ന പിശാച, യേശു ചോദിക്കത്തില്ല. കാര്യം ആദ്യമേ തന്നെ അന്ത്യം അറിഞ്ഞവനാ. ഇന്ന് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കണമെന്ന് കർത്താവ് ആദ്യമേ തുടങ്ങിയ മുതലേ പ്ലാൻ ചെയ്തതാ. ഹല്ലേലൂയ. ഇവരും അവരും എന്തെങ്കിലും പറഞ്ഞ് അകത്തെ വിശ്വാസത്തെ തൊടാൻ സമ്മതിക്കരുത്. അവനിൽ മാത്രം വിശ്വസിക്കണം. ഹല്ലേലൂയ. If that rest is not there, it is because something somewhere we are being shaken by something. ആ സ്വസ്ഥത അവിടെ ഇല്ല എങ്കിൽ അതിന്റെ കാരണം എന്തോ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ എന്തോ കാര്യം കൊണ്ട് നമ്മൾ കുലുങ്ങി പോവുകയാണ്. You are trying to carry your own burden. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാരത്തെ സ്വയം ചുമക്കാൻ ശ്രമിക്കുക. Cast the burden into Jesus. ആ ഭാരത്തെ യേശുവിങ്കലേക്ക് ഒന്ന് ഇട്ടുകൊട്. If he has said I will give you rest, he means it. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. Oh, let the fellowship with the Holy Spirit increase every day. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നാൾതോറും വർദ്ധിച്ചു വരട്ടെ. As you walk with the Holy Spirit, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് number 1, peace സമാധാനം that surpasses all understanding. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. Joy of the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. Rest in Jesus Christ. യേശുക്രിസ്തുവിലുള്ള സ്വസ്ഥത. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. എങ്ങനെയും തല്ലിക്കൂട്ടി ജീവിക്കാൻ അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമായി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായി മറ്റുള്ളവരെ യേശുവിനെ ഉയർത്തി കാട്ടുന്നവരായി. ഹല്ലേലൂയ. ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നല്ലത് ചെയ്യുന്നവനാ.
നല്ല സ്വപ്നം തരുന്നവനാ. അല്ലാത്തത് വരുമ്പോൾ അതിനെ പോ പിശാചേ എന്ന് പറയണം. അല്ലാത്ത പ്രവചനം കേൾക്കുമ്പം പോ പിശാചേ എന്ന് പറയണം. ആ മുമ്പിൽ നിൽക്കുന്നത് ആരും ആയിക്കോട്ടെ, പത്രോസ് ആയിക്കോട്ടെ, യേശു പിശാചിനെ പിശാചെന്നാ വിളിക്കുന്നത്, ആലോചന പറയുന്നവൻ ഉൾപ്പെടെ. ഹല്ലേലൂയ. We know who he is. അവൻ ആരാണെന്ന് നാം എത്ര പേർക്ക് അറിയുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പുണ്ട്? ആ സ്നേഹത്തിൽ ഉറച്ചിരിക്കുന്നവൻ സ്വസ്ഥതയിലാണ് നടക്കുന്നത്, സമാധാനത്തിലാണ് നടക്കുന്നത്, സന്തോഷത്തിലാണ് നടക്കുന്നത്. അവൻ്റെ പോക്കറ്റിൽ 1 രൂപ ഇല്ലെങ്കിലും ഡാൻസിന് ഒരു കുറവുമില്ല. ഹല്ലേലൂയ. സാഹചര്യം മുഴുവൻ ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെയും അവൻ്റെ ആരാധന കുറയത്തില്ല. നാട്ടുകാരൻ മുഴുവൻ എതിര് പറയുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു സ്വസ്ഥതയുണ്ട്. ഓ, യേശു എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കൊണ്ട് കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് അവൻ എന്നെ നടത്തും. ഞാൻ നടക്കത്തില്ല, അവൻ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന. ഓ, കരങ്ങൾ ഉയർത്തിയ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു. Hallelujah. I hope that message was a blessing for you. ആ മെസ്സേജ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഐ പ്രേ that we pray together, everyone who is watching me and me myself over here. Kartave, we pray, everyone watching, let them be blessed in the name of Jesus. Let them know that they are part of a big plan. They are part of your great divine plan. And let them, have hope that Jesus is with them every point of their life. And I know you are, oh Lord. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അറകളും ധാരാളമായി കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവർ തൊടുന്നതെല്ലാം സാധിക്കട്ടെ യേശുനാമത്തിൽ. കർത്താവെ, രോഗികൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഐ നോ യുവർ പ്രസൻസ് ഫിൽസ് ദി എർത്ത് എവ്രിവെയർ. ആൻഡ് ഐ ബിലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആസ് ദേ ആർ വാച്ചിങ് ദിസ് പ്രോഗ്രാം, they are going to be healed. Whatever the disease may be, right from a small headache to a big cancer, I believe that, Lord, it's equal for you. And I believe that you are going to heal them right away. യേശുവിൻ്റെ നാമത്തിൽ I command healing into their bodies right now. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. അടുത്ത തവണ കാണും വരെയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. ओ वसी तूने हमको सिखाए प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे